പ്രഭാതം പൊട്ടിവിടർന്നു. ഇന്ത്യയെ ഞെട്ടിച്ചതും പൊട്ടിച്ചതും പറ്റിച്ചതുമായ കഥകളുമായി ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. കൂടെയുണ്ട് ദോസ്തോ കി ദോസ്ത് ദുശ്മനോ കി ദോസ്ത് നമീന ഓൺ ക്ലബ് FM. ഗുഡ് മോർണിംഗ്. ഇങ്ങ് തെക്കേ ഇന്ത്യയില് നല്ല മഴ, വടക്കേ ഇന്ത്യയില് നല്ല ചൂട്. ഈ കാലാവസ്ഥയിൽ ഈ ആഴ്ച ഇന്ത്യയിൽ പൊട്ടിമുളച്ചതും പടർന്ന് പന്തലിച്ചതുമായ ഒട്ടനവധി സംഭവ വികാസങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കേരളത്തിന്റെ ഗോപുമോൻ തീഹാർ ജയിലിൽ പൊട്ടിക്കരച്ചിൽ, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നിവ കൊണ്ട് ഗോപുമോൻ ശ്രദ്ധാകേന്ദ്രമാകുന്നു. മെയ് മാസം 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു. ഇന്ത്യയിൽ ഇനി പുകവലിക്കുന്നവർക്ക് ഇൻഷുറൻസ് തുക 40% കൂട്ടാൻ പോകുന്നു. അപ്പൊ ബീവറേജസിന്റെ കാര്യമോ? മൻമോഹൻജി വീണ്ടും രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടു. നമ്മുടെ സച്ചിൻ IPL നിന്നും വിരമിച്ചു. ഒത്തുകളിക്കെതിരെ സച്ചിൻ ഞെട്ടൽ രേഖപ്പെടുത്തി. IPL കാണാൻ ടിവിക്ക് മുന്നിൽ കണ്ണിൽ പെട്രോൾ ഒഴിച്ചിരുന്ന എല്ലാവരും കൂടി 4 പ്രാവശ്യം വീണ്ടും ഞെട്ടി. കർണാടക മിനിസ്റ്റർ പാപബോധം കാരണം മത്സ്യവകുപ്പിൽ നിന്നും ഒഴിവായി. ബാക്കി സംസ്ഥാനത്തെ സകലമാന മിനിസ്റ്റർമാരും ജാഗ്രതയിൽ. കേരളത്തിൽ ജൂൺ മാസം മഴയും ജലവിമാനവും ഒരുമിച്ച് വരും. ഇത് ഓടിക്കുന്നത് റോഡിലാണോ അതോ കടലിലാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കാൻ ഫെസ്റ്റിവലിൽ പാർവതി ഓമനക്കുട്ടൻ കടുവ പ്രിന്റുള്ള സാരി ഉടുത്തു. കേട്ടിട്ട് ഇനി ആരും കേസെടുക്കാതിരുന്നാ മതിയായിരുന്നു. ചെറിയ ഉള്ളി വില 80 രൂപ. സീരിയലിന് പകരം കരയാൻ ഇനിയിപ്പോൾ മറ്റൊരു കാരണമായി. 2020 ഇന്ത്യയിലെ ഗുസ്തിക്കാർക്ക് ഒളിമ്പിക്സിൽ പോയി ഗുസ്തി പിടിക്കാം. നമുക്ക് ഈ ഗുസ്തി ഒരു പുത്തരിയല്ലല്ലോ. ഏത് അത് തന്നെ. സ്ഥാനം മാറില്ല എന്നു BCCI പ്രസിഡന്റ് N ശ്രീനിവാസൻ. മാരണം എന്ന് സ്പോർട്സ് മിനിസ്ട്രി. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഞാൻ നമീന, ക്ലബ് FM, ടൺ കണക്കിന് ഫൺ. It happens only in India. നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ജഗജിഗ സംഭവങ്ങളുമായി ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഞാൻ നമീന. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നടക്കുന്നത് ജയിലുകളിലാണല്ലോ. അങ്ങ് യർവാഡ ജയിലിൽ കിടക്കുന്ന സഞ്ജയ് കാര്യം പറഞ്ഞ ബഹുവിശേഷമാണ്. ജയിലിലെത്തിയപ്പോഴാണ് പുള്ളിക്കും കൂടെയുള്ളവർക്കും ഒരു വലിയ രഹസ്യം മനസ്സിലായത്. പണ്ട് അങ്ങ് ഹിമാചൽ പ്രദേശിലെ ലോറൻസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് വിക്കിപീഡിയ പറഞ്ഞാലും ഇപ്പൊ പുള്ളിക്കാരന് ഒരക്ഷരം എഴുതാൻ അറിയില്ലത്രേ. അവിടെ ജയിലിൽ എന്തേലും കിട്ടണമെങ്കിലേ എഴുതി കൊടുക്കണം. അപ്പോഴാണ് മൂപ്പർക്ക് എഴുതാൻ അറിയില്ല എന്ന കാര്യം മനസ്സിലായത്. മുന്നാബായി MBBS എന്നത് പേരില് മാത്രം. ഡോക്ടർമാർ എഴുതുന്ന സ്റ്റൈലില് പോലും പുള്ളിക്ക് എഴുതാൻ പറ്റുന്നില്ലത്രേ. എഴുത്തു മറന്നുപോയിന്ന്. ഇങ്ങനെ പോയാലേ നമുക്ക് ഈ ഭാഷ അങ്ങോട്ട് വിടേണ്ടി വരുവോ? അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. ഈ കണ്ണാടി, പേന, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്, കോഴി, താറാവ്, അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, നടന്നോട്ടെ. പാട്ട് തുടരും, വിശേഷങ്ങളും. സ്റ്റേ വിത്ത് യുവർ ക്ലബ് FM, ടൺ കണക്കിന് ഫൺ. It happens only in India. ഇവിടത്തെ കുറെ പേര് ഇവിടെ ഒന്നും ജനിക്കേണ്ടവരല്ല എന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങളങ്ങ് ഇംഗ്ലണ്ടിൽ ജനിക്കേണ്ടവരായിരുന്നൂന്ന്. കാരണം അവിടെ മാത്രമല്ലേ ഒഫീഷ്യൽ വാതുവെപ്പ് നടത്താൻ പറ്റൂ. അല്ല പിന്നെ. എന്തായാലും നമ്മുടെ കോഴക്കളി, ക്രിക്കറ്റ് കളി എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഈ ശ്രീശാന്തും മെയ്യപ്പനും ബിന്ദുവും കൂടെ തുറന്നുവിട്ട ഭൂതം നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണിയെ വരെ പേടിപ്പിച്ചിരിക്കുക. മൂപ്പർ ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ പോലെയാണ് എന്നാണ് പലരും അടക്കം പറയുന്നത്. കാരണം ആരെന്ത് ചോദിച്ചാലും ഒരക്ഷരം മിണ്ടൂല. വല്ലാതെ ചോദിച്ച ഇങ്ങനെ പറയും. അല്ലേലേ ഇങ്ങനെ പാടും. സമയം നല്ല സമയം. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിൽ ഇനി പാട്ടിന്റെ സമയം. ക്ലബ് FM, നമീന, ടൺ കണക്കിന് ഫൺ. It happens only in India.
നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങി ഇന്ത്യക്കാരെ മൊത്തം ഞെട്ടിച്ച പാരമ്പര്യം കൈമുതലായുള്ള കേരളത്തിൽ തുടങ്ങാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞുകൊണ്ട് ഇത് നമീന വിത്ത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇങ്ങനെ കേരളക്കാരെ മൊത്തം പല പേരിൽ ലോട്ടറി എടുപ്പിച്ചു. എന്നാ പിന്നെ ഇവിടെ വാതുവെപ്പ് ശരിക്കും നമുക്ക് കേരളത്തിൽ തുടങ്ങിക്കൂടെ? മന്ത്രി കസേരക്ക് വേണ്ടിയുള്ള പിടിവലിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എന്തായാലും വാതുവെപ്പുകാർ എല്ലാ പ്ലേയേഴ്സിനും ഓരോ പേരിട്ടിട്ടുണ്ട്, നിക് നെയിംസ്. അങ്ങനെ രാവണൻ എന്നറിയപ്പെടുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് ചിലരോട് ചോദിച്ചു നോക്കാം. രാവണൻ എന്ന് പറയുമ്പോ അതിപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ. സച്ചിൻ, ശ്രീശാന്ത് പൊതുവെ അങ്ങനെ തന്നെയല്ലേ, അവനെ കണ്ടാ തന്നെ. ധോണി. വാതുവെപ്പുകാരെ രാവണൻ എന്ന് പേരിട്ടത് നമ്മുടെ ക്രിസ് ഗെയിലിനാണ്. നമ്മളെ ഗോപുമോനും കൊടുത്തു ഒരു പേര്, റോട്രോ. ധോണിച്ചായന്റെ പേര് ഹെലികോപ്റ്റർ. എന്തായാലും IPL ഫൈനൽ മാച്ച് വരെ ഒത്തുകളിച്ചു എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. അല്ല, എനിക്കൊരു സംശയം കേട്ടോ, ഈ IPL മാച്ചസ് എല്ലാം ഇരുന്ന് കണ്ടവർ അപ്പൊ ആരായി? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. മൈസെൽഫ് RJ നമീന ഓൺ Love FM. ടൺ കണക്കിന് ഫൺ.